ഹോട്ട് സീറ്റിലെ ശാരിക എന്ന മത്സരാർത്ഥിയെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ശാരിക. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് സാധിക്കും. പക്ഷേ എന്നാൽ പോലും പല സമയത്തും നിശബ്ദത പാലിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശാരിക പറയേണ്ട കാര്യങ്ങളൊക്കെ ചിലയിടത്തൊക്കെ പറയാറുണ്ട്. പക്ഷേ ശാരികയുടെ ആ ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കുമ്പോഴുള്ള ആ ഒരു പവറോ ഒന്നും ഇതുവരെയും അവർക്ക് ബിഗ് ബോസിനുള്ളിൽ വന്നിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. ശരിക്കും ഇപ്പോൾ അതായത് ഇന്നത്തെ ലൈവിൽ ഒരു ഭയങ്കര സ്റ്റണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അനുമോളും അക്ബറും അപ്പാനി ശരത്തുമൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു സ്റ്റണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ജിസയിൽ കിച്ചണിൽ കയറിയതാണ് അവിടെ ആ ഒരു പ്രശ്നത്തിന് കാരണം കിച്ചൺ ടീമിൽ നിന്നിരുന്നത് അനുമോളായിരുന്നു. കിച്ചൺ ടീമിൽ കയറുന്ന സമയത്ത് അനുമോൾ പറഞ്ഞിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് ഫുഡ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അത് ഉണ്ടാക്കി കൊടുക്കാൻ റെഡിയാണ്. മറ്റാരും കിച്ചണിൽ കയറി ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു കാര്യം അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഓപ്പോസിറ്റായിട്ട് ജിസയിൽ കയറിയിട്ട് ജിസേലിൻ്റെ ഇഷ്ടത്തിന് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ അനുമോൾ ചോദ്യം ചെയ്തപ്പോൾ അത് പിന്നീട് വലിയൊരു വഴക്കിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഹോട്ട് സീറ്റിൽ ഇരുന്ന് വിറപ്പിക്കുന്ന ആ ഒരു ശാരികയ്ക്ക് അന്നേരം വായിൽ പിരിവെട്ടിയിരുന്നോ എന്നറിയില്ല. പുള്ളിക്കാരത്തി ഒന്നും പറയാണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കയറി വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് സംസാരിക്കാമായിരുന്നു. അനുമോളുടെ മുഖത്ത് നോക്കി വൃത്തികെട്ട വാക്കുകളും ഭാഷകളും ചേഷ്ടകളും ഒക്കെ അക്ബറും അപ്പാനിയും കൂടി കാണിച്ച സമയത്ത് തല്ലുന്നതിന് തുല്യമായിട്ട് ഇത്ര സ്പേസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാൻ ശാരികയെ പോലുള്ള ഒരാൾക്ക് കഴിയണമായിരുന്നു. പക്ഷേ അവിടെ അവരൊക്കെ വച്ച ആ ഒരു മൗനം വെച്ചിട്ട് അവരൊക്കെ എന്ത് ഗെയിമാണ് അവിടെ ചെയ്യുന്നതെന്ന് തോന്നിപ്പോയി. ഹോട്ട് സീറ്റിൽ ഇരുന്ന് അവരെഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ഇരുന്ന് വായിച്ച് വിറപ്പിക്കുന്നതിലല്ല കാര്യം. ഇതുപോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിലൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും ഒരു ഞാൻ കണ്ടില്ല. ശാരികയുടെ ആ ഒരു ഗംഭീരമായിട്ടുള്ള ശബ്ദ ഗാംഭീര്യമൊന്നും അവിടെ ഞാൻ കണ്ടില്ല. ശാരികയൊക്കെ മാറി നിൽക്കുന്നതാണ് കണ്ടത്. എന്തായാലും ശാരികയുടെ ആ ഒരു രീതിയോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പക്ഷേ നല്ല രീതിയിൽ മുന്നേറി വരാൻ കഴിവുള്ളൊരു മത്സരാർത്ഥി തന്നെയാണ്. പക്ഷേ പതുങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻ്റ് ഇടാനും മറക്കരുത്.